നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. വിലാപങ്ങൾ 2-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അയ്യോ യഹോവേ, സിയോൻ പുത്രിയെ തന്റെ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചതെങ്ങനെ? അവൻ ഇസ്രായേലിന്റെ മഹത്വം ആകാശത്ത് നിന്ന് ഭൂമിയിൽ ഇട്ട് കളഞ്ഞു. തന്റെ കോപദിവസത്തിൽ അവൻ തന്റെ പാദപീഠത്തെ ഓർത്തതുമില്ല. കർത്താവ് കരുണ കാണിക്കാതെ യാക്കോബിന്റെ മേച്ചിൽപ്പുറങ്ങളൊക്കെയും നശിപ്പിച്ചിരിക്കുന്നു. തന്റെ ക്രോധത്തിൽ അവൻ യഹൂദപുത്രിയുടെ കോട്ടകളെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. രാജ്യത്തെയും അതിലെ പ്രഭുക്കന്മാരെയും അവൻ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു. തന്റെ ഗുരുകോപത്തിൽ അവൻ ഇസ്രായേലിന്റെ കൊമ്പൊക്കെയും ഒടിച്ചു കളഞ്ഞു. തന്റെ വലങ്കയെ അവൻ ശത്രുവിൻ മുമ്പിൽ പിൻവലിച്ചു കളഞ്ഞു. ചുറ്റും ദഹിപ്പിക്കുന്ന ജ്വാല പോലെ അവൻ യാക്കോബിനെ ദഹിപ്പിച്ചു കളഞ്ഞു. ശത്രു എന്ന പോലെ അവൻ വില്ലു കുലച്ചു. വൈരി എന്ന പോലെ അവൻ വലങ്കൈ താങ്ങി. കണ്ണിന് കൗതുകമുള്ളതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. സിയോൻ പുത്രിയുടെ കൂടാരത്തിൽ തന്റെ ക്രോധം തീ പോലെ ചൊരിഞ്ഞു. കർത്താവ് ശത്രുവെപ്പോലെയായി ഇസ്രായേലിനെ മുടിച്ചു കളഞ്ഞു. അവളുടെ അരമനയെയും മുടിച്ചു. അവളുടെ കോട്ടകളെ നശിപ്പിച്ചു കളഞ്ഞു. യഹൂദാപുത്രിക്ക് ദുഃഖവും വിലാപവും വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവൻ തിരുനിവാസം ഒരു തോട്ടം പോലെ നീക്കിക്കളഞ്ഞു. തന്റെ ഉത്സവസ്ഥലം നശിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനിൽ ഉത്സവവും ശബത്തും മറക്കുമാറാക്കി. തന്റെ ഗുരുകോപത്തിൽ രാജാവിനെയും പുരോഹിതനെയും നിരസിച്ചു കളഞ്ഞു. കർത്താവ് തന്റെ യാഗപീഠം തള്ളിക്കളഞ്ഞു. തന്റെ വിശുദ്ധ മന്ദിരം വെറുത്തിരിക്കുന്നു. അവളുടെ അരമന മതിലുകളെ അവൻ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഒരു ഉത്സവത്തിൽ എന്ന പോലെ യഹോവയുടെ ആലയത്തിൽ ആരവം ഉണ്ടാക്കി. യഹോവ സിയോൻ പുത്രിയുടെ മതിൽ നശിപ്പിപ്പാൻ നിർണയിച്ചു. അവൻ അളന്നു. നശിപ്പിക്കുന്നതിൽ നിന്ന് കൈ പിൻവലിച്ചില്ല. അവൻ കോട്ടയും മതിലും ദുഃഖത്തിലാക്കി. അവ ഒരുപോലെ ക്ഷയിച്ചിരിക്കുന്നു. അവളുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു. അവളുടെ ഓടാമ്പൽ അവൻ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു. അവളുടെ രാജാവും പ്രഭുക്കന്മാരും ന്യായപ്രമാണം ഇല്ലാത്ത ജാതികളുടെ ഇടയിൽ ഇരിക്കുന്നു. അവളുടെ പ്രവാചകന്മാർക്ക് യഹോവയിൽ നിന്ന് ദർശനം ഉണ്ടാകുന്നതുമില്ല. സിയോൻ പുത്രിയുടെ മൂപ്പന്മാർ മിണ്ടാതെ നിലത്തിരിക്കുന്നു. അവർ തലയിൽ പൊടി വാരിയിട്ട് രട്ടുടുത്തിരിക്കുന്നു. യെരൂശലേം കന്യകമാർ നിലത്തോളം തല താഴ്ത്തുന്നു. എന്റെ ജനത്തിൻ പുത്രിയുടെ നാശനിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് കണ്ണ് മങ്ങിപ്പോകുന്നു. എൻ്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. അവർ നികന്ദന്മാരെ പോലെ നഗരവീഥികളിൽ തളർന്നു കിടക്കുമ്പോഴും അമ്മമാരുടെ മാർവിൽ വെച്ച് പ്രാണൻ വിടുമ്പോഴും ആഹാരവും വീഞ്ഞും എവിടെ എന്ന് അമ്മമാരോട് ചോദിക്കുന്നു. യെരൂശലേം പുത്രിയെ, ഞാൻ നിന്നോട് എന്ത് സാക്ഷീകരിക്കേണ്ടു? എന്തൊന്നിന് നിന്നെ സാദൃശിക്കേണ്ടു? സിയോൻ പുത്രിയായ കന്യകയെ, ഞാൻ നിന്നെ ആശ്വസിപ്പിപ്പാൻ എന്തൊന്ന് നിന്നോട് ഉപമിക്കേണ്ടു? നിന്റെ മുറിവ് സമുദ്രം പോലെ വലുതായിരിക്കുന്നു. ആർ നിനക്ക് സൗഖ്യം വരുത്തും? നിന്റെ പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു. അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രയാസ കാരണവുമായ പ്രവാചകം ദർശിച്ചിരിക്കുന്നു. കടന്നുപോകുന്ന ഏവരും നിന്നെ നോക്കി കൈകൊട്ടുന്നു. അവർ യെരൂശലേം പുത്രിയെ ചൊല്ലി ചൂളകുത്തി തലകുലുക്കി സൗന്ദര്യപൂർത്തിയെന്നും സർവമഹീതല മോദമെന്നും വിളിച്ചു വന്ന നഗരം ഇത് തന്നെയോ എന്ന് ചോദിക്കുന്നു. നിന്റെ ശത്രുക്കളൊക്കെയും നിന്റെ നേരെ വായ് പിളർക്കുന്നു. അവർ ചൂളകുത്തി പല്ലുകടിച്ച് നാം അവളെ വിഴുങ്ങിക്കളഞ്ഞു. നാം കാത്തിരുന്ന ദിവസം ഇത് തന്നെ നമുക്ക് സാധ്യമായി നാം കണ്ടു. രസിപ്പാനിടയായല്ലോ എന്ന് പറയുന്നു. യഹോവ നിർണയിച്ചത് അനുഷ്ഠിച്ചിരിക്കുന്നു. പുരാതന കാലത്ത് അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു. കരുണ കൂടാതെ അവൻ ഇടിച്ചു കളഞ്ഞു. അവൻ ശത്രുവിനെ നിന്നെ ചൊല്ലി സന്തോഷിപ്പിച്ചു. വൈരികളുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. അവളുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓരോരോ കണ്ണീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്. നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക.
വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. യഹോവേ, ആരോടാകുന്നു നീ ഇങ്ങനെ ചെയ്തതെന്നോർത്ത് കടാക്ഷിക്കണമേ. സ്ത്രീകൾ ഗർഭഫലത്തെ കയ്യിൽ താലോലിച്ച് പോരുന്ന കുഞ്ഞുങ്ങളെ തന്നെ തിന്നേണമോ? കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതനും പ്രവാചകനും കൊല്ലപ്പെടണമോ? വീഥികളിൽ ബാലനും വൃദ്ധനും നിലത്ത് കിടക്കുന്നു. എന്റെ കന്യകമാരും യൗവനക്കാരും വാൾ കൊണ്ട് വീണിരിക്കുന്നു. നിന്റെ കോപ ദിവസത്തിൽ നീ അവരെ കൊന്നു കരണ കൂടാതെ അറുത്തു കളഞ്ഞു. ഉത്സവത്തിന് വിളിച്ചുകൂട്ടും പോലെ നീ എനിക്ക് സർവത്ര ഭീതികളെ വിളിച്ചുകൂട്ടിയിരിക്കുന്നു. യഹോവയുടെ കോപ ദിവസത്തിൽ ആരും ചാടിപ്പോകയില്ല, ആരും ശേഷിച്ചതുമില്ല. ഞാൻ കയ്യിൽ താലോലിച്ചു വളർത്തിയവരെ എന്റെ ശത്രു മുടിച്ചിരിക്കുന്നു. 22 വാക്യങ്ങളുള്ള 2-ാം അധ്യായം യെരുശലേമിന്റെ ന്യായവിധി സമഗ്രമായി വിവരിക്കുന്നതാണ്. ഇതിലെ 11-ാം വാക്യം യിരെമ്യാവിന്റെ പ്രാർത്ഥനയായി നമുക്ക് കാണാം. എന്റെ ജനത്തിന്റെ പുത്രിയുടെ നാശം നിമിത്തം ഞാൻ കണ്ണുനീർ വാർത്തെന്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. എന്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. ആകാശത്തിലെ കാർമേഘം മഴയായി നിലം പതിക്കുന്നത് പോലെ ദൈവം തന്റെ കോപത്തിൽ സിയോനെ ഉയരത്തിൽ നിന്ന് വീഴ്ത്തിയിരിക്കുന്നു എന്നാണ് 1-ാം വാക്യം. ആടുകൾ മേയേണ്ട പുൽമേടുകളെ നശിപ്പിക്കുന്ന അതുപോലെ ദൈവം ഇസ്രായേലിന്റെ സകല സ്വസ്ഥതകളെയും നശിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേലിലെ പ്രഭുക്കന്മാരെ നിലത്തെ ചെളിയിൽ വീഴ്ത്തിയിരിക്കുന്നു എന്നാണ് 2-ാം വാക്യം. ദൈവമാണ് കോട്ടകളെ ഇടിച്ചതും അസ്ത്രം പ്രയോഗിച്ചതും കണ്ണിന് കൗതുകമുള്ളതെല്ലാം നശിപ്പിച്ചതും അരമനകളെ മുടിച്ചതും എന്നാണ് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഒരു തോട്ടം വെട്ടി വെളുപ്പിക്കുന്നത് പോലെ ദൈവാലയം ശൂന്യമാക്കാനും ശബത്തുകളെയും സകല പെരുന്നാളുകളെയും ഇല്ലാതാക്കാനും ഇടയാക്കിയത് താൻ തന്നെ എന്ന് ദൈവം 6-ാം വാക്യത്തിൽ പറയുന്നു. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് രാജാവിനെയും പുരോഹിതനെയും പ്രഭുക്കളെയും മൂപ്പന്മാരെയും പുറജാതികളുടെ മധ്യേ ദൈവം നിലത്ത് ഇരിക്കുമാറാക്കി. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് കന്യകമാരും അമ്മമാരും പൈതങ്ങളും വിശന്നു വീഴുന്നുവെന്നാണ്. 14 മുതൽ 16 വരെയുള്ള വാക്യം പറയുന്നത് കള്ളപ്രവാചകന്മാർ വ്യാജം പ്രവചിച്ചതിനാൽ ഇസ്രായേൽ അനുദപിച്ചില്ല എന്നാണ്. 17-ാം വാക്യം പുരാതന കാലത്ത് ദൈവം അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു എന്നാണ്. പുരാതന കാലത്ത് എന്ന് പറയുന്നത് മോശയുടെ കാലത്ത്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ദൈവം പ്രവചിച്ചിരുന്നത്. ദൈവം ഇസ്രായേലിന് വലിയ മുന്നറിയിപ്പ് ശാപവും മോശ മൂലം നൽകിയതാണ്. പക്ഷെ അത് വായിച്ചെങ്കിലും അത് ഗൗരവമായിട്ട് എടുത്തില്ല. 18 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് രാപ്പകൽ ഉറങ്ങാതെ നിലവിളിക്കുക, മാതാപിതാക്കളോട് ആഹ്വാനം ചെയ്യുകയാണ്. കാരണം കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ വീഥികളിൽ തളർന്നു വീഴുകയും മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകളുടെ നന്മയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ കരുതലോടെ ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള ആഹ്വാനമാണ് ഈ 2-ാം അധ്യായം നൽകുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.